ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മുടെ ഹീറോ ഹോണ്ടയുടെ പാഷൻ പ്രോ ആണ് വണ്ടി. സർവീസായിട്ട് കയറിയാണ്. ജനറൽ സർവീസ്, ഓയിൽ ചെക്കപ്പ്, കീ ടൈറ്റ്, ആക്സിലേറ്റർ കേബിൾ, ഹാൻഡിൽ, അങ്ങനെ കുറച്ച് കംപ്ലയിൻസ് ഒക്കെ ആയിട്ട് കയറ്റിയാണ്. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചതാണ്. ബ്രേക്ക് ലൈനർ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, കമ്പനി ലൈനർ എടുക്കണേ, നല്ല ലൈനറാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ ബാക്ക് വീലിൻ്റെ സ്പോക്കറ്റുമായി കണക്ട് ചെയ്യുന്ന റബ്ബർ ഉണ്ടല്ലോ, ഡാമ്പർ റബ്ബർ, അത് അത്യാവശ്യം പ്ലേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ അത് ഫ്ലേ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ ചെറിയൊരു ഷിവർ ചെയ്ത് ഇങ്ങനെ കാണിക്കും. അങ്ങനെ കാണിക്കുമ്പോൾ ചെയിൻ ഓവർലാപ്പിംഗ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കൈയോടെ അതൊന്ന് മാറ്റിയിട്ടേക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ബ്രേക്ക് ഹബ്ബ് വന്ന് പറയുന്ന ഭാഗമല്ലോ, അതായത് ബ്രേക്ക് ലൈനർ വന്ന് പറയുന്ന ഭാഗം അലൈവിയിലും വന്ന ഹബ്ബിൻ്റെ അവിടെ ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിലവിലിപ്പോൾ ഞാനൊരു പേപ്പർ ഇട്ട് പിടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. കൂടുതലായിട്ട് അങ്ങനെ വരാണെങ്കിൽ നമുക്ക് ആ ബ്രേക്ക് ചവിട്ടിട്ട് നിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ അതൊന്ന് അയച്ച് ഒന്ന് ലേത്തി കൊടുത്തൊന്ന് പോളിഷ് ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ വലിയ പഴക്കമൊന്നും ആയിട്ടില്ല, നല്ല ഫിൽറ്ററാണ്. ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് എഞ്ചിൻ്റെ ഈ ഭാഗത്ത് ചെറിയ ഈ പ്ലഗ് റബ്ബർ ഗിയർ ബോൾട്ട് തന്നെയാണ് ഇവിടെ, ഗിയർ സെലക്ടറിൻ്റെ ബോൾട്ട് വന്ന ഭാഗമാണ്. അപ്പോൾ ഈ റബ്ബറിൻ്റെ സൈഡിൽ നിന്ന് ലീക്ക് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റിയിടാം കേട്ടോ. അതേപോലെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ മാറ്റേണ്ട ടൈമാണ്. അപ്പോൾ അത്യാവശ്യം ലെവൽ കാര്യമായിട്ട് കുറവൊന്നുമില്ല, കറക്റ്റാണ്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ സ്പാർക്ക് പ്ലഗ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. പ്ലഗ് കുറച്ച് കരിയൊക്കെ ഉണ്ട്, പക്ഷെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ സ്പീഡോമീറ്ററിൻ്റെ അവിടെ സൂചി ഇങ്ങനെ അത് ആ നീഡിൽ ചെറിയൊരു ഷിവറിങ് കാണിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ക്രൗൺ, വീലിൻ്റെ ഉള്ളിലാണ് ഈ ക്രൗണ് പിന്നീൻ്റെ തേമാനം കൊണ്ട് വന്നേക്കുന്ന കംപ്ലൈൻ്റാണ്. അപ്പോൾ അതൊന്ന് കൈയോടെ അത് മാറ്റിയിടാം കേട്ടോ. കാരണം അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിലോമീറ്റർ കൗണ്ട് ചെയ്യണേലും വേരിയേഷൻസ് വരുന്നത്. അതിലൊരു ടീത്തിൻ്റെ വേരിയേഷൻ വന്നാൽ പോലും കിലോമീറ്റർ കൗണ്ട് ചെയ്യുമ്പോൾ അതിനകത്ത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കൈയോടെ അത് 55 രൂപ 56 ആ റേഞ്ച് അങ്ങോട്ട് ഉള്ളൂ. ആ കിറ്റേപ്പടി അതൊന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉണ്ട്, നമുക്ക് ഉപയോഗിക്കാണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങിൻ്റെ ഒരു ചെറിയൊരു റൊട്ടേഷൻ സൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. തുടക്കം ഒരു കറകറാനുള്ള സൗണ്ടാണ്. അത് നമുക്ക് നെക്സ്റ്റ് കൈയോടെ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ലീക്കേജ്, അതായത് സൗണ്ട് കാണിക്കാൻ സാധ്യതയുണ്ട്. അത് ബെയറിങ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ അത് വീല് പിടിച്ച് കറക്കണ സമയത്ത് നമുക്ക് കറക്റ്റ് ആ ഫോർക്കുമ്പോൾ പിടിക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ റൊട്ടേഷൻ, ആ കയറി ഇങ്ങനെ കറകറാന്ന് കിടന്ന് കറങ്ങണ ആ സൗണ്ട്. അങ്ങനെ കാണിച്ചാൽ പിന്നെ വീൽ ബെയറിങ് കാര്യമായിട്ട് നിൽക്കാറില്ല. വേണമെങ്കിൽ കൂട്ടത്തിൽ നമുക്കത് ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് ശരിക്കും കാണിച്ചിട്ട് മാറ്റണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ട്, അത് ഞാൻ ഇൻഫോം ചെയ്തു എന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിലേക്ക് ക്ലച്ചിൻ്റെ കേബിള് ശരിക്കും പറഞ്ഞാൽ ഓട്ടർ ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. ക്ലച്ചിൻ്റെ കേബിളും അതെ, ആക്സിലേറ്ററിൻ്റെ കേബിളും അതെ കേട്ടോ. അത് രണ്ടും ചേഞ്ച് ചെയ്തിടണമായിരിക്കും നല്ലത്. കാരണം ക്ലച്ച് എന്തായാലും ചെയ്യാം. കാരണം ഞാൻ ക്ലച്ച് തുമ്പത്തേക്ക് എത്തിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ ആയാലും ഔട്ടർ ചെറുതായിട്ട് ഔട്ടർ കട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത അങ്ങനെ നിലയിലുണ്ട്. അപ്പോൾ കൈയോടെ അത് മാറ്റിയിടണമെന്നാണ് സേഫ് കേട്ടോ. പിന്നെ നമ്മൾ ബാറ്ററിയുടെ ഭാഗം കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ബാറ്ററി വോൾട്ട് 12.5 വോൾട്ട് കിട്ടുന്നുണ്ട്. 12.59 വരെ വന്നുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കംപ്ലയിൻസ് ഒന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഡാമേജ് ആയിട്ടാണ് കാണിക്കണേ. സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷെ എന്നാൽ പോലും ഓൾറെഡി ബാറ്ററി ഡാമേജ് ആണ്. തൊട്ടടുത്ത് തന്നെ നമുക്ക് മെയിനായിട്ട് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ആരംഭിക്കും. കാരണം കംപ്ലയിൻറ്റ് കാണിച്ചാൽ വലിയ താമസിക്കേണ്ടത്. ചിലത് കുറച്ച് ഗ്യാപ്പ് കിട്ടും, ചിലത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കാണിക്കാം. അപ്പോൾ പരമാവധി സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ മനസ്സിലാക്കുക ഓൾറെഡി ബാറ്ററിയാണ് വീക്ക് എന്നുള്ളത് വെച്ചിട്ട്. അതും ഇരിക്കുന്ന ബാറ്ററി SF സോണിക്കിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഫുഡ് റെസ്റ്റിൻ്റെ ഈ ഭാഗത്തുണ്ടല്ലേ, ഫ്രണ്ട് ഫുഡ് റെസ്റ്റ് ഓൾറെഡി നല്ല രീതിയിൽ പ്ലേ കാണിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഫുഡ് റെസ്റ്റും മാറ്റി ബ്രേക്ക് പെഡലൊന്ന് കറക്റ്റ് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രേക്കിൻ്റെ കേസ് കറക്റ്റ് പക്കയായിട്ട് കിട്ടും കേട്ടോ. ഈ ഫുഡ് റെസ്റ്റ് ഓൾറെഡി ഇങ്ങനെ നിൽക്കണതുകൊണ്ട് തന്നെ ചെരിഞ്ഞ് നിൽക്കണതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് അതിൻ്റെ ലിവറേജ് കറക്റ്റ് കിട്ടില്ല. ഈ ഫുഡ് റെസ്റ്റ് ചേഞ്ച് ചെയ്തിടാം. ബ്രേക്ക് പെഡലിൻ്റെ പൊസിഷൻ ഒരു അല്പം താത്താം. അത് ഇവിടെ അലൈൻമെൻറ്റ് ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്, അതൊന്ന് അടിച്ച് ലെവൽ ചെയ്ത് താത്തേണ്ടി വരും. അപ്പോൾ ബ്രേക്ക് നല്ല സ്മൂത്തായി കിട്ടും കേട്ടോ. അപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂട്ടത്തിക്കടെ ഞാൻ എസ്റ്റിമേറ്റിൽ പെടുത്താം. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ കൂട്ടത്തിക്കടെ നമുക്ക് ചെയ്ത് പോകണമെങ്കിൽ അതാണ് ബെറ്റർ കേട്ടോ. പിന്നെ ഹാൻഡിലിൻ്റെ പൊസിഷനിൽ ചെറിയൊരു വേരിയേഷൻസ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ചെരിവ് കാണിക്കുന്നുണ്ട്. അത് ഫ്രണ്ട് അലൈൻമെൻ്റ് ഒന്ന് ചെയ്തിടാം. അത് അപ്പോൾ കറക്റ്റ് ആയിക്കോളത്. വേറെ നമുക്ക് എക്സ്പെൻസീവ് ആവുന്ന കേസൊന്നുമല്ല. നമുക്ക് ഈ ഹാൻഡിലിൽ റബ്ബറൊക്കെ ഒന്ന് മാറ്റേണ്ടി വരും. ഹാൻഡിലൊന്ന് ആ ഫോർക്കൊന്ന് അഴിച്ചിട്ടൊന്ന് റീസെറ്റ് ചെയ്യുക. വേറെ പ്രശ്നമൊന്നുമില്ല അതിനകത്ത്. വേറെ അഡീഷണൽ കാര്യങ്ങളോ കാര്യമായിട്ടുള്ള എക്സ്പെൻസോ കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ വൈസറിൻ്റെ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് ഓഡോമീറ്റർ മോഡൽ പഴയ മോഡൽ പാഷൻ പ്രോ ആണ്. അതിന് ലേറ്റസ്റ്റ് മോഡൽ പാഷൻ പ്രോൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള പാഷൻ പ്രോൻ്റെ വൈസറാണ് വെച്ചേക്കണേ. അതായത് ഇത് ഡിജിറ്റൽ മീറ്റർ വന്ന വണ്ടിയുടെ വൈസറാണ് വെച്ചേക്കണേ. വണ്ടി ഓൾറെഡി പഴയ മോഡൽ ഓഡോമീറ്റർ മോഡലും, അതുകൊണ്ടാണ് അവിടെ ആ ഗ്യാപ്പ് വന്നത് കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് പുറമേ നിന്ന് വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
അത് ഓൾറെഡി അങ്ങനെ തന്നെ നിലനിർത്താനേ പറ്റുള്ളൂ. പിന്നെ സൈഡ് സ്റ്റാൻഡിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡ് പ്ലേ കൂടുതൽ എന്നുള്ള കേസ് പറഞ്ഞിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡ് ഒരു പ്രാവശ്യമൊക്കെ വെൽഡ് ചെയ്തേക്കണതാണ്. തന്നെയല്ല നമ്മളിപ്പോൾ അടിക്കാമെന്ന് കഴിഞ്ഞാൽ ഇവിടെ പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. ഒന്നുപോലെ ഇത് സ്റ്റാൻഡ് വെച്ച് മാറ്റിയിടാം, ചേഞ്ച് ചെയ്തിടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് എവിടേക്കൊന്ന് തട്ടി ലെവൽ ചെയ്തിട്ട് ഈ സ്റ്റാൻഡ് തന്നെ ഉപയോഗിക്കാം. കാരണം ഇത്രയും പ്ലേ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് നമുക്ക് അതിനകത്ത് വണ്ടിമേം കാണിക്കുക. അപ്പോൾ ഞാൻ ഈ എസ്റ്റിമേറ്റിൽ പെടുത്തിയിട്ടൊന്ന് പറയാം, നോക്കുക. എന്നിട്ട് നോക്കിയിട്ട് കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനകത്ത് എസ്റ്റിമേറ്റിൽ പെടുത്തുന്ന കേസ് നോക്കി ഒന്ന് നമുക്ക് സ്പീഡോമീറ്ററിൻ്റെ ക്രൗണ്, പിനിയൻ സെറ്റ്, ക്ലച്ചിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിൾ, എൻജിൻ ഓയിൽ, ബാക്കിലെ വീലിൻ്റെ ഡാമ്പർ സെറ്റ് റബ്ബർ, പിന്നെ അപ്പുറത്തെ ഫുഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായില്ല, ആ ഫുഡ് റെസ്റ്റ്, ഹാൻഡിലിൻ്റെ റബ്ബർ, അമ്മാതിരി ഐറ്റംസൊക്കെ പെടുത്തിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ആ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.